ഫേഷ്യൽ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യുന്നതും ഫേസിന് ഷേപ്പ് തരുന്നതുമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്നതും ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതും. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പേ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യം ഞാൻ എൻ്റെ ഐബ്രോസിൻ്റെ റൂട്ടീൻ കാണിക്കാം. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു തോന്നുന്നു, ഐബ്രോസിൻ്റെ അടുത്ത് ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആണ്. അതായത് ഐബ്രോസ് ഇങ്ങനെ വേണം എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഐബ്രോസിൽ ഓൾറെഡി ഓംബ്രെ ടാറ്റു ചെയ്തിട്ടുണ്ട്. ഓംബ്രെ ടാറ്റു എന്ന് വെച്ചാൽ നമ്മൾ നോർമലി മൈക്രോ ബ്ലേഡിങ് കേട്ടിട്ടുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ നോർമൽ ടാറ്റു കേട്ടിട്ടുള്ളവരുണ്ടാവും. മൈക്രോ ബ്ലേഡിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെയർ സ്ട്രോക്ക് മാത്രം ഭയങ്കര തിന്നായിട്ട് വരയ്ക്കുന്നതാണ്. ഇതിൽ ആക്ച്വലി കുറച്ചും കൂടി ഒരു ഫില്ലിങ് പോലെയാണ്. അതായത് നമ്മളുടെ ഐബ്രോസ് കണ്ടു കഴിഞ്ഞാൽ ഫിൽഡ് ആണെന്ന് തോന്നും. അതായത് സെപ്പറേറ്റ് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്തേക്കുന്ന ടാറ്റു ആണ്. അപ്പോൾ ഇത് ആക്ച്വലി അവർ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ ഇതൊരു 3 to 5 years വരെയൊക്കെ ലാസ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. മാക്സിമം 2 years വരെ ലാസ്റ്റ് ചെയ്താലും ഓക്കെയാണ്. ഞാനിത് ചെയ്ത ക്ലിനിക്കിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് ആക്ച്വലി അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. പക്ഷെ നമ്മൾ ഒരിക്കൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക്, ഇപ്പോൾ എനിക്ക് അത്രയും ഞാൻ ഒബ്സസ്ഡ് ആയിരുന്നതുകൊണ്ട് എനിക്ക് എന്നും ഫില്ല് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു മുമ്പ്. അപ്പം ഞാൻ ഇപ്പോൾ അതില്ല. പക്ഷേ ഇതിൻ്റെ ഷേപ്പൊക്കെ ഞാൻ തന്നെ അവരോട് പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചാണ്. എൻ്റെ ഫേഷ്യൽ ഷേപ്പിനനുസരിച്ചിട്ട് എങ്ങനെ വേണമെന്ന് എനിക്കറിയുന്നതുകൊണ്ട്. ഈ ഓംബ്രെ ടാറ്റൂസ് ഞാൻ ചെയ്യുന്നതിന് മുൻപേ തന്നെ ഞാൻ എപ്പോഴും ഫില്ലായിട്ടാണ് നടക്കുക. അപ്പോൾ അതിന് ഞാൻ ആദ്യമൊക്കെ ഞാൻ പാർലറിൽ പോയിട്ട് ഐബ്രോസ് ത്രെഡ് ചെയ്യുമായിരുന്നു. പിന്നെ എനിക്കൊന്നൊരു കോവിഡ് ടൈം മുതലാണെന്ന് തോന്നുന്നു. നമ്മൾ കോവിഡ് ടൈമിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തനിയെ നോക്കി പഠിച്ചിട്ട് ഞാൻ ത്രെഡ് ചെയ്യാനൊക്കെ തനിയെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് ട്വീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ഈസി എന്ന് എനിക്ക് തോന്നി. അങ്ങനെ ട്വീസർ വാങ്ങി, ട്വീസർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുക. എനിക്ക് ആക്ച്വലി പറയുന്നത് പോലെ ഷേപ്പിനെ പറ്റി ഒരു ധാരണയുള്ളത് കൊണ്ട് എനിക്കത് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഞാൻ തനിയാണ് എൻ്റെ ഐബ്രോസിൻ്റെ ഷേപ്പൊക്കെ ചെയ്യുക. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ഐബ്രോസ് ആക്ച്വലി എപ്പോഴും ക്ലീൻ ആക്കി തന്നെ വെക്കാറ്. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് വളർത്തിയതാണെന്ന് വേണേൽ പറയാം. ഇതിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഈ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഹെയർസ് മാത്രം എപ്പോഴും എൻ്റെ ഐബ്രോസ് നോർമലി ക്ലീൻ ആയിട്ടായിരിക്കുക. അധികം വളരാനൊന്നും ഞാൻ സമ്മതിക്കാറില്ല. പിന്നെ ഈ ഷേപ്പ് ഞാൻ ഇടയ്ക്ക് എൻ്റെ ഷേപ്പൊക്കെ ചേഞ്ച് ചെയ്യാറുമുണ്ട്. ബിക്കോസ് നമ്മൾ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് അത് ചേഞ്ച് ചെയ്യാൻ പറ്റാറുണ്ട്. എൻ്റെ ഐബ്രോസ് ആക്ച്വലി ഭയങ്കരമായിട്ട് തിക്കൊന്നുമല്ല. പക്ഷേ അതിനൊരു ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കാവുന്ന രീതിയിലൊരു നല്ല ഷേപ്പ് ഉണ്ട്. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഭയങ്കര തിക്കല്ല. പക്ഷേ എനിക്കതുകൊണ്ട് ഭയങ്കര തിക്ക് ഐബ്രോസ് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും ഒന്നുകിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ടാറ്റു ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ ഓൾറെഡി താഴെയുള്ള ഹെയർസൊക്കെ ഓൾറെഡി ട്വീസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി മുകളിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കാണ്ട് ഇവരുടെ ലെങ്ത് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യുക വെച്ചാൽ ഫേഷ്യൽ റേസർ ഉണ്ട്. റേസർ വെച്ചിട്ട് ഞാനിങ്ങനെ ഇവിടുത്തെ കറക്റ്റ് എക്സ്ട്രാസ് ആയിട്ട് നിൽക്കുന്നത് മാത്രം കുഞ്ഞ് ബ്ലേഡ് ആയതുകൊണ്ട് ഇതിൽ ഭയങ്കരമായിട്ട് കൺട്രോൾ കിട്ടും. ഈ റേസർ ആക്ച്വലി ഞാൻ ഓൺലൈനിൽ നിന്നൊന്നും വാങ്ങിയതല്ല. ഞാൻ ഏതോ ഒരു ഷോപ്പിൽ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ അപ്പം തന്നെ വാങ്ങിയതാണ്. ഇപ്പോൾ പാർലറിലൊക്കെ ആക്ച്വലി പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ പാർലറിലുള്ള ബ്യൂട്ടീഷ്യൻസൊക്കെ ആണെങ്കിൽ അവർ നമ്മളുടെ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല, ഫേഷ്യൽ ഷേപ്പ് ഒന്നും നോക്കാതെ പെട്ടെന്ന് ചെയ്യുന്നവരുണ്ട്. ഞാൻ എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, പെട്ടെന്ന് അങ്ങനെ ചെയ്തു പോകുന്നവരുണ്ട്. അപ്പോൾ എന്താ പറ്റുക വെച്ചാൽ ഫേസിൻ്റെ ഷേപ്പ് ശരിക്കും മാറിപ്പോവും. അതായത് നമ്മൾ ഓരോ ഫേസിനും യോജിക്കുന്ന ഐബ്രോസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് നിർത്തേണ്ടത്, അല്ലെങ്കിൽ എക്സ്ട്രാസ് മാത്രം ഇട്ട്. അപ്പോൾ അവരെന്താ വെച്ചാൽ അവർ ചിലപ്പം മുകളിലത്തെ ഒരു ലെയർ കംപ്ലീറ്റ് അങ്ങ് എടുക്കും, താഴത്തെ ഒരു ലെയർ കംപ്ലീറ്റ് അങ്ങ് എടുക്കും. അപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിവിടെ ഇങ്ങനെ റേസർ വെച്ചിട്ട് ഈ എക്സ്ട്രാ ഹെയർസ് കട്ട് ചെയ്ത് കൊടുക്കാം.
ചിലർ ഇവിടെ ആക്ച്വലി കുറച്ച് താഴ്ത്തിയിട്ട് ഇങ്ങനെ ചരിച്ചിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കതെന്തോ അങ്ങനെ ചെയ്യാൻ ഇഷ്ടമല്ല. എനിക്കിതിങ്ങനെ ഫ്രണ്ടിൽ എപ്പോഴും ഒരു ബോക്സ് പോലെ ഇരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങനെ ചെയ്യാറില്ല. മുമ്പ് പാർലറിലൊക്കെ പോകുന്ന സമയത്ത് അവരങ്ങനെ എടുക്കാറുണ്ട്. എനിക്കിങ്ങനെ താഴ്ത്തി വെട്ടും. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല. ഇപ്പം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് എനിക്കെൻ്റെ ഇഷ്ടത്തിന് ചെയ്യാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐബ്രോസ്. ഐബ്രോസ് ആക്ച്വലി ഇപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഞാൻ തന്നെയാണിത് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് എക്സ്ട്രാസ് വരുമ്പോഴേ എടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഐബ്രോസ് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് ആക്ച്വലി ഞാൻ ആ ട്രാൻസ്ഫോർമേഷൻ നടത്തിയപ്പോൾ, ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ ഫേസ് ഭയങ്കര കുഞ്ഞതായിട്ട് തോന്നാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അതിന് മുമ്പ് സൈഡ് ലോക്സ് ഉണ്ടായിരുന്നു, അതായത് ഇങ്ങനെ കൃതാവ് ഉണ്ടായിരുന്നു ഇവിടെ വരെയൊക്കെ. അപ്പം ഞാൻ ആ ടൈമിൽ എൻ്റെ ഫേസ് കുറച്ചും കൂടി കുഞ്ഞതായി തോന്നിയപ്പോൾ അത് കുറച്ചുകൂടി ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടി ഒരു വീതി തോന്നാൻ വേണ്ടിയിട്ട് ആ സൈഡ് ലോക്ക് ആക്ച്വലി എടുത്തായിരുന്നു. അപ്പോൾ ഇപ്പോഴും അത് കുറച്ചൊന്ന് വളർന്ന് വരുമ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഞാൻ മറ്റേ എൻ്റെ കയ്യിൽ എപ്പിലേറ്റർ ഉണ്ട്. അതായത് നമ്മുടെ ബോഡി ഹെയർ റിമൂവ് ചെയ്യുന്ന ഒരു മെഷീനാണത്. എപ്പിലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഫിലിപ്സിൻ്റെ എപ്പിലേറ്ററാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു അറൗണ്ട് 2000 റുപ്പീസ് എന്തോ ഉള്ളൂ. അതെനിക്ക് തോന്നുന്നു ഞാൻ 2-3 വർഷമായി വാങ്ങിയിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു മെഷീനാണ്. അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ബോഡി ഹെയർ റിമൂവ് ചെയ്യുക, അതുപോലെ സൈഡ് ലോക്കും റിമൂവ് ചെയ്യുക. അപ്പോൾ സൈഡ് ലോക്കൊക്കെ പക്ഷേ ഞാൻ എല്ലാവരും അത് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, ബിക്കോസ് എനിക്ക് അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ അല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഫേഷ്യൽ ഹെയർ റേസർ വെച്ചിട്ട് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഫേഷ്യൽ ഹെയർ ഭയങ്കര കുറവാണ്. ഈ PCOD ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് കുറച്ച് ഫേഷ്യൽ ഹെയർ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കൊണ്ടാണ് കുറച്ചും കൂടെ നമ്മൾ ഡാർക്കായിട്ട് തോന്നുക. ഇപ്പം ആക്ച്വലി കുറച്ച് ഈ ഒരു ഭാഗത്ത് ഇവിടെ കുറച്ച് അങ്ങനെയൊക്കെ ഉള്ളൂ. പക്ഷെ സ്റ്റിൽ ഞാനത് പ്രോപ്പറായിട്ട് ഷേവ് ചെയ്ത് കളയാറുണ്ട്. നമ്മളുടെ സ്കിന്ന് എപ്പോഴും ഭയങ്കര സോഫ്റ്റായിട്ട് ഭയങ്കര എന്താ പറയുക നീറ്റായിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ ഫേഷ്യൽ ഹെയറും കൂടെ റിമൂവ് ചെയ്യണം. പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിക്ക് വളരും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഡാർക്കായിട്ട് അത് വളരും, അത് കൂടുതലായിട്ട് അതിന് വളർച്ച ഉണ്ടാവും എന്നൊക്കെ അതൊക്കെ സത്യത്തിൽ മിത്താണ്. അതൊന്നും സത്യമുള്ള കാര്യമല്ല. അതായത് നമ്മൾ ഫേസിൻ്റെ പുറത്തേക്ക് ഈ ഫേഷ്യൽ സർഫസിൽ നിന്ന് കുറച്ച് പുറത്തേക്കൊരു ഹെയർ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഷേവ് ചെയ്യുമ്പോൾ അതിങ്ങനെ കട്ടാവും. അത് പകുതിക്ക് വെച്ചിട്ടാണ് കട്ടാവുക, അതിങ്ങനെ ഉള്ളിൽ നിന്നല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പുറത്തേക്ക് അടുത്തത് വളരുമ്പോൾ അവിടെ കുറച്ച് കട്ടി ഉണ്ടാവുന്നേ ഉള്ളൂ. അതുകൊണ്ടൊരു കുറച്ചും കൂടി ഒരു കറുപ്പ് വേണമെങ്കിൽ തോന്നാമെന്നേ ഉള്ളൂ. അല്ലാതെ ഫേഷ്യൽ ഹെയർ കൂടുതലായിട്ട് വളരത്തില്ല. പ്രോപ്പറായിട്ട് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ ആയിട്ടിരിക്കും. അതുകൊണ്ട് എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടാവില്ല. നമുക്കൊരിക്കലും നമ്മുടെ ഹോർമോണും നമ്മുടെ ജെനറ്റിക്സും അനുസരിച്ച് മാത്രമേ സ്ത്രീകൾക്ക് ഫേഷ്യൽ ഹെയർ ഒക്കെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ എന്താ പറയുക, ആണുങ്ങളെ പോലെ നമുക്ക് എപ്പോഴും ഭയങ്കര കട്ടിയുള്ള താടിയോ മീശയോ ഒക്കെ വന്ന് കളയും എന്നൊന്നും ആരും പേടിക്കണ്ട. അങ്ങനെ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ഹോർമോണൽ ഇംബാലൻസിൻ്റെ ആയിരിക്കും. അത് ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ മാറ്റാവുന്നതാണ്. അപ്പോൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല, മാത്രമല്ല ബെനിഫിറ്റ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ തെറ്റിദ്ധാരണകളാണ്. സയൻറ്റിഫിക്കലി അതൊന്നും പ്രൂവൺ ആയ കാര്യമല്ല. അപ്പോൾ നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറോ അലോവേര ജെല്ലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മുടെ സ്കിന്നിൽ ഇട്ട് കൊടുക്കുക, ഒരു ബേസായിട്ട്. ഞാനിപ്പോൾ സെറ്റഫിലിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഉള്ളത്, അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിങ്ങനെ സ്കിന്നിങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഏത് ഡയറക്ഷനിലാണോ ഹെയർ ഉള്ളത് അതേ ഡയറക്ഷനിൽ നമ്മളിങ്ങനെ ഇത് 45 ഡിഗ്രി ചരിച്ച് പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഷേവ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പക്ഷേ എനിക്ക് ആക്ച്വലി അധികം ഫേഷ്യൽ ഹെയർ ഇല്ല, പക്ഷേ സ്റ്റിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതെൻ്റെ ഫേസിലുള്ള ഹെയറാണ്. ഈ ചെറിയ കുട്ടി ഹെയർസ് ഫേസിൻ്റെ ആ ഭാഗത്തിരുന്ന് കഴിഞ്ഞാൽ ഒരു ഡാർക്ക്നെസ് വരും. ഓൾസോ നമ്മൾ എന്താ പറയുക, ഫേഷ്യൽ റേസർ യൂസ് ചെയ്തിട്ട് ഷേവ് ചെയ്യുമ്പോൾ നമ്മുടെ അവിടുത്തെ ഡെഡ് സ്കിൻ സെൽസും കൂടി പോകും. അത് ക്ലീൻ ആവുക ചെയ്യുക. അതങ്ങനെ ചെയ്യണമെന്നുള്ളതാണ്.
ബോഡി ഹെയർ റിമൂവലും അണ്ടർ ആം ഹെയർ റിമൂവലും അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ട് ഹെയർ റിമൂവൽ ക്ലീനിങ് അതങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഫേഷ്യൽ ഹെയർ റിമൂവലും കുറേ റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നത് കൊണ്ടാണ് ഇതിപ്പോൾ ചെയ്യുന്നത്. സോ ഇത്രയും ഹെയറും എൻ്റെ ഫേസിലുണ്ടായിരുന്നതാണ്. ഇത് ആക്ച്വലി ഇതിരിക്കുന്നത് കൊണ്ട് അത്ര ക്ലീൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇപ്പം ആക്ച്വലി എൻ്റെ ഫേസൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. തൊടുമ്പോൾ എനിക്ക് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫേഷ്യൽ റേസർ വെച്ചിട്ട് ഷേവ് ചെയ്താൽ അടുത്ത പരിപാടി വീണ്ടും മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നന്നായിട്ട് വാഷ് ചെയ്യോ അങ്ങനെ എന്താ വെച്ചാൽ ചെയ്തിട്ട് ക്ലീൻ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് വീണ്ടും മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. സോ ക്ലീൻ ചെയ്തു. നമ്മളിനി വീണ്ടും മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും. ഞാൻ അധികമൊന്നും ഇടുന്നില്ല, ജസ്റ്റ് മൈൽഡായിട്ട്. ഇത് ഞാൻ ആക്ച്വലി വീക്ക്ലി വൺസ് എന്ന നിലയ്ക്ക് മിക്കവാറും ചെയ്യുന്നതാണ്. ബിക്കോസ് അതെനിക്കിത് എപ്പോഴും ക്ലീനായിട്ട് ഇരിക്കണം എന്നൊരു ഫീലുണ്ട്. അപ്പം ഞാനിപ്പോൾ അതിൽ എപ്പിലേറ്റർ വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്നുള്ള ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതാണെങ്കിലും അതെനിക്കൊന്ന് 2 വീക്സ് കൂടുമ്പോഴാണ് ഞാൻ ചെയ്യുക. അല്ലാതെ ഇത് ചെയ്യുന്നത് ഒരു 1 വീക്ക് മിക്കവാറും. ബിക്കോസ് ഇത്ര ഈസിയാണ്, ഇത് എനിക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതങ്ങനെ കട്ടാവുമൊന്നുമില്ല ഈ റേസർ. അല്ലെങ്കിൽ ഒന്ന് ഷേവ് ചെയ്യുന്നതിൻ്റെ മുകളിൽ വീണ്ടും വീണ്ടും നമ്മൾ ഷേവ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ആക്നെയൊക്കെ ഉള്ളവരാണെങ്കിൽ അതും ഒന്ന് ശ്രദ്ധിക്കുക. ബിക്കോസ് അവർക്ക് ചിലപ്പോൾ ഈ റേസർ സ്യൂട്ട് ആവണം എന്നില്ല. ഒരുപാട് പേർക്ക് അത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. പകരം വേറെ എന്തെങ്കിലും മെത്തേഡ് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫേഷ്യൽ ഹെയർ അവിടെ ഇരുന്നു എന്ന് വെച്ച് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ വാക്സിങ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഞാൻ ഫേസിൽ വാക്സ് ചെയ്യാൻ അധികം ഞാൻ പ്രിഫർ ചെയ്യില്ല കേട്ടോ. ബിക്കോസ് എനിക്കൊരു തവണ പണി കിട്ടിയിട്ടുണ്ട്. അതായത് എൻ്റെ ഇവിടുത്തെ കുറച്ച് എന്താ പറയുക സ്കിന്ന് കുറച്ച് ഡാമേജ് ആവുകയൊക്കെ ചെയ്തായിരുന്നു. ഇപ്പോഴല്ല, കോവിഡ് ടൈമിൽ ഞാൻ തന്നെ ട്രൈ ചെയ്തതാണ്. പക്ഷെ അതിങ്ങനെ വലിച്ചപ്പോൾ സ്കിന്നും കൂടെ പോരുന്നു. അത്രയും സെൻസിറ്റീവ് ആണെങ്കിൽ അതൊക്കെ നോക്കണം. അല്ലാതെ ഇതാണ് ഏറ്റവും സേഫസ്റ്റ് മെത്തേഡായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആക്ച്വലി നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ചെറിയ അങ്ങനെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന കുഞ്ഞി എപ്പിലേറ്റർ പോലത്തെ സാധനമുണ്ട്. അതായത് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്ന കുഞ്ഞ് എപ്പിലേറ്റർ പോലത്തെ സാധനം കിട്ടും. അതായത് ഈ ഒരു ഏരിയയൊക്കെ ഫോക്കസ് ചെയ്ത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന മൈക്രോ ടിപ്പുള്ള അങ്ങനെയുള്ളത് കിട്ടും. അപ്പോൾ അതും ആക്ച്വലി ചെയ്യാവുന്നതാണ്. അത് ഈ പറഞ്ഞ ആക്നെ ഉള്ള ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ആക്നേസിലൊന്നും തൊടാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ഷേവിങ് റുട്ടീൻ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ലവ് യു.